പിണറായി വിജയൻ മൂന്നാം വട്ടവും ഭരണപഥത്തിലേക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. എന്ന് വച്ചാൽ എത്ര വലിയ തോതിലാണ് നികുതി വെട്ടീര് കേരളത്തിൽ നടക്കുന്നത്. അത് പോകുന്നത് ഖജനാവിലേക്കല്ല, മറ്റാരുടെയോ ഒക്കെ ഗോഡൗണുകളിലേക്കാണ്. എന്തായാലും ഇത്ര മഹാബുദ്ധിമാന്മാരായിട്ടുള്ള മന്ത്രിമാർ, ഇനി ഞാനപ്പോൾ ഓർത്ത ആരെയാണെന്നറിയാമോ? വെറും ഒരു കടലാസിൻ്റെ വില മാത്രം ബജറ്റ് ഡോക്യുമെൻറ്റിന് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഗവൺമെൻറ്റുകൾ ഒരു കാര്യം ഓർക്കുക, ജനങ്ങൾ നൽകുന്ന നികുതി പണം എടുത്താണ് ഇത്രയേറെ പേരെ തീറ്റിപ്പോറ്റുന്നത് ആവശ്യമില്ലാതെ. അതിലൊക്കെ അച്ചടക്കം കാണിച്ചാൽ ഗവൺമെൻറ്റുകൾക്ക് കൊള്ളാം, കേരളം കടക്കണിയിലേക്ക് പോകാതെ സംരക്ഷിക്കുകയും ചെയ്യാം. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് പ്രമുഖ സാമ്പത്തിക വിദഗ്ധ മേരി ജോർജാണ്. നമസ്കാരം. നമസ്കാരം. സംസ്ഥാന സർക്കാർ അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച പല പദ്ധതികളും പൂർണ്ണമായും നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇനി വരുന്ന ബഡ്ജറ്റിൽ നമുക്ക് എന്തൊക്കെ അവതരിപ്പിക്കേണ്ടതുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ശരിയാണ്. 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് ഫെബ്രുവരി 5-ാം തീയതി അവതരിപ്പിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇവിടെയെന്ന്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിന് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ആ ഗവൺമെൻറ് കടമയിൽ നിന്ന് വിട്ടുപോയി എന്ന കാരണം കൊണ്ടാണ് പ്രഖ്യാപനങ്ങളായിട്ട് അവശേഷിക്കുന്നത്. ഇപ്പോൾ മിക്കവാറും ഡെമോക്രസികളിലൊക്കെ, ഇന്ത്യൻ ഡെമോക്രസിയിലെ ആകെപ്പാടെയും കേരള ഡെമോക്രസിയിലുമൊക്കെ തന്നെ, ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും പ്രഖ്യാപനങ്ങൾ ഒരു വഴിക്ക് പോകും, അതായത് പ്രവർത്തനം വേറൊരു വഴിക്ക്. എന്ന് വെച്ചാൽ പ്രവർത്തനം തന്നെ ഉണ്ടാകണമെന്നില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് കളിക്കാവുന്ന ഒരു കാര്യമല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 112-ാം അനുച്ഛേദം അനുസരിച്ച്, അതായത് ഡെമോക്രസിയിലെ ജനങ്ങൾ, ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്ത ആ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം ആണ്. എന്തറിയാനുള്ള അവകാശം? ഈ ധനവർഷത്തിൽ എന്തുമാത്രം പണമാണ്, എന്തുമാത്രം ധനമാണ് സമാഹരിക്കാൻ പോകുന്നത്, അത് ഏതൊക്കെ മാർഗങ്ങളിലാണ് സമാഹരിക്കുന്നത്, അങ്ങനെ സമാഹരിക്കുന്ന ആ ധനം ഏതൊക്കെ മേഖലകളിലേക്ക്, ഏതൊക്കെ പദ്ധതികൾക്കായിട്ടാണ് വിനിയോഗിക്കുന്നത്. അപ്പോൾ എവിടെ നിന്ന് പണം വരുന്നു, എവിടേക്ക് പോകുന്നു, ഇനി കടം കൊള്ളേണ്ടതുണ്ടോ, കടം കൊള്ളേണ്ടതുണ്ടെങ്കിൽ അത് എത്രത്തോളം വേണ്ടി വരും, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടാണ് അങ്ങനെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ അവതരിപ്പിച്ച ബജറ്റാണ് നേരത്തെ മിസ്റ്റർ അമൽ പറഞ്ഞതുപോലെ ഇത് നടപ്പാക്കാൻ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിയെന്ന്. അങ്ങനെ ഒതുക്കാൻ പാടില്ല. നടപ്പാക്കാൻ പറ്റുന്ന പ്രഖ്യാപനങ്ങൾ തന്നെ നടത്തണം. അങ്ങനെ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഫലവത്തായിട്ട് പ്രവർത്തിച്ച് കാണിക്കാനായിട്ട് ഒരു ഗവൺമെൻറ്റിന് കഴിയണം. അതിലാണ് ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക, എഫിഷ്യൻസി കാര്യക്ഷമത എന്ന് പറയുന്നത്. അങ്ങനെ കാര്യക്ഷമത ഇല്ലാത്ത ഗവൺമെൻറ്റിനെ യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരു ജനത തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഭരണത്തിലേക്ക് കൊണ്ടുവരികയില്ല. അപ്പോൾ അങ്ങനെ കാര്യക്ഷമതയില്ലാത്ത ഗവൺമെൻറ്റിനെ തള്ളിക്കളയാനുള്ള ഒന്നാമത്തെ കാര്യമാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കിയില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതത് വർഷത്തെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, 2016-17 ബജറ്റിൽ തന്നെ ധനമന്ത്രി, അന്ന് ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു ധനമന്ത്രി, അദ്ദേഹം ചെയ്ത പ്രഖ്യാപനം സിയാൽ മോഡലിൽ ഒരു കമ്പനി കൊണ്ടുവരും. സിയാലിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ കൊച്ചി എയർപോർട്ടാണ് എപ്പോഴും ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. അപ്പോൾ കമ്പനികളെ കേരളത്തിൽ ലാഭത്തിൽ ഓടിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കൊച്ചിൻ എയർപോർട്ട്. അങ്ങനെ അപ്പോൾ ആ സിയാൽ മോഡലിൽ ഒരു കമ്പനി കൊണ്ടുവരും. അത് റബ്ബർ കർഷകരെ സംരക്ഷിക്കാനായിട്ട്, റബ്ബർ ഉൽപ്പന്നങ്ങളുടെ വാല്യൂ അഡീഷൻ നടത്താനും ആഗോള വിപണി കൈയടക്കാനും ആയിട്ട് അങ്ങനെ ഒരു കമ്പനി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. സത്യത്തിൽ എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ നമുക്കറിയാം
കഴിഞ്ഞ വർഷം പോലും, അതായത് രണ്ടാമത്തെ ഭരണം വന്ന് 2-ാം വർഷം പോലും ആ സിയാൽ കമ്പനിയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ ഗവൺമെൻറ് എന്ന് തന്നെ നമുക്ക് സംശയമാണ്. ഒന്നും നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മുടെ റബ്ബർ കർഷകരുടെ അവസ്ഥ എന്താണിപ്പോൾ? അതായത് 170 രൂപ ഒരു വില പ്രഖ്യാപിച്ചിരുന്നു ഗവൺമെൻറ്. അതിനേക്കാൾ താഴേക്ക് പോയാൽ 170 രൂപ വിലയ്ക്ക് റബ്ബർ എടുക്കുമെന്ന് 1 കിലോ. പക്ഷേ ഇപ്പോൾ 140 അങ്ങനെ ചുറ്റുവട്ടത്തിൽ കിടന്ന് കളിക്കുമ്പോഴും സർക്കാർ കൈവിരൽ പോലും അനക്കുന്നില്ല അങ്ങനെ ആ 170 രൂപയ്ക്ക് എടുക്കാനായിട്ട്. അപ്പം എന്ന് വെച്ചാൽ കർഷകരുടെ നേരെ മുഖം തിരിക്കുന്നു. ആർക്കൊക്കെ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും നടത്തിയോ അവരുടെ ഒക്കെ നേരെ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇനി അതും കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞു കാപ്കോ എന്നൊരു കമ്പനി കൊണ്ടുവരും. അതെന്തിനാണ്? നമുക്ക് വൈവിധ്യ വിളകളുള്ള സംസ്ഥാനമാണ് കേരളം. ഈ വൈവിധ്യമാർന്ന വിളകളിൽ വാല്യൂ അഡീഷൻ നടത്തിയാൽ അത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കും. ഇവിടുത്തെ തലമുറ ഇവിടെ ജോലിക്ക് നിൽക്കാതെ നമുക്ക് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നുണ്ട്. അതായത് പഠിക്കാനെന്നും പറഞ്ഞ് പുറത്തു പോകുന്നു, അങ്ങനെയല്ല. അപ്പോൾ അവരെയൊക്കെ ഇവിടെ തന്നെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാനുള്ള സൗകര്യം അതുകൊണ്ടുണ്ടാക്കാമായിരുന്നു. ഇതുവരെ ഈ ഓണത്തിന് അങ്ങനെ ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. വേൾഡ് ബാങ്കിൽ നിന്ന് ഇപ്പോൾ 1665 കോടി വായ്പ വരുമെന്ന് പറഞ്ഞു. 22 ഉൽപ്പന്നങ്ങൾ ഈ കാപ്കോയുടെ കീഴിൽ വാല്യൂ അഡീഷന് വിധേയമാക്കുമെന്നൊക്കെ പറയുന്നു. അതുമൊക്കെ സ്വപ്നമായിട്ട് ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു ബജറ്റ് എന്താണ്? ബജറ്റിനകത്ത് എന്തൊക്കെ പ്രോമിസസാണ്? നടപ്പാക്കാവുന്ന പ്രോമിസസ് കൊടുക്കുക, ആ പ്രോമിസസ് നടപ്പാക്കുക. ചില പ്രോമിസസൊക്കെ 1 വർഷം കൊണ്ട് തീർന്നില്ലെന്ന് വരാം, സാരമില്ല, അത് അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളിലേക്ക്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് 2016-17 ബജറ്റിലെ ഡോക്ടർ ഐസക്ക് എറണാകുളം, കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വലിയ പ്രതീക്ഷയോടെയാണ് അത് എല്ലാവരും കേട്ടത്. കാരണം അത് വ്യാവസായിക രംഗത്ത് വൻ മുന്നേറ്റത്തിന് സഹായകമാകുന്ന പദ്ധതിയാണ്. പക്ഷേ അതിന് ഭൂമി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു, അതുപോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകാൻ പാടില്ല. അപ്പോൾ ദീർഘകാല പദ്ധതികളാണെങ്കിൽ 1 വർഷം കൊണ്ട് തീരണമെന്ന് നമുക്ക് വാശിയില്ല. പക്ഷേ ദീർഘകാല പദ്ധതികൾ അങ്ങനെ അതിൻ്റെ വഴിക്ക്, പക്ഷേ അത് ഇതുപോലെ ഇഴയാൻ പാടില്ല. പിന്നെ പെട്ടെന്ന് തീർക്കേണ്ട പദ്ധതികളാണെങ്കിൽ അതത് വർഷം തന്നെ തീർത്ത് അതിൻ്റെ ഔട്ട്പുട്ട് ജനങ്ങളുടെ മുൻപിൽ അതായത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എന്തായിരുന്നു, ആ പ്രഖ്യാപനങ്ങളിൽ ഏതൊക്കെ നിറവേറ്റി, എവിടം വരെ നിറവേറ്റി എന്നൊരു പ്രസ്താവന അതായത് ഒരു മണിക്കൂർ നീണ്ട ഒരു പ്രസ്താവന തന്നെ ഏതൊക്കെ പദ്ധതികൾ നടപ്പാക്കി, ആ പദ്ധതികൾ എന്തുകൊണ്ട് ബാക്കി പദ്ധതികൾ എന്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റിയില്ല, എന്തായിരുന്നു ഇവിടുത്തെ ധനപ്രതിസന്ധി, അതെങ്ങനെയുണ്ടായി, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ധനമന്ത്രി തന്നെ വളരെ കൃത്യമായിട്ട് ജനങ്ങളോടെന്ന് വെച്ചാൽ നേരിട്ട് സംസാരിക്കുന്നത് MLA-മാരോടാണ്. MLA-മാരാണല്ലോ ജനങ്ങളുടെ പ്രതിനിധികൾ. ആ MLA-മാർ വഴിയായിട്ട് ജനങ്ങളിലെത്തണം. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടും കേട്ടും ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് ജനങ്ങളോട് പറയേണ്ടതാണ്. അങ്ങനെ വേണം ഒരു ബജറ്റ് തുടങ്ങാനായിട്ട്. അതായത് ഔട്ട്കം ബജറ്റ് എന്ന് പറയും. കഴിഞ്ഞ ബജറ്റിൽ നിന്നുള്ള എന്തൊക്കെ നടപ്പാക്കി, ആ നടപ്പാക്കിയതിനെ പറ്റി ഒരു വിവരണം നൽകിയതിന് ശേഷം അടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന രീതി, അതായത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൻ്റെ അടുത്ത സ്റ്റേജ് ആയിരിക്കണം ഈ വരുന്ന വർഷത്തെ ബജറ്റ്. ആ തരത്തിൽ വേണം കൊണ്ടുവരാൻ. അപ്പം അങ്ങനെ ഒരു ബജറ്റുമായിട്ട് വരുമ്പോൾ നമുക്കറിയേണ്ടത്, ബജറ്റിൻ്റെ ഡോക്യുമെൻ്റ് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ വർഷത്തെ ബജറ്റിൽ പറഞ്ഞിരുന്നത്, ബജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്, ടാർഗറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് മൊത്ത ആഭ്യന്തര വരുമാനം എന്ന് പറയുന്നത് 11,32,194 കോടിയായിരുന്നു. അത്രയും എത്തിയിട്ടുണ്ടോ? ഈ വർഷം എസ്റ്റിമേറ്റ് വരും, കഴിഞ്ഞ വർഷത്തിൻ്റെ എസ്റ്റിമേറ്റ്. അപ്പോൾ നമുക്കറിയാം അത്രയും എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ്, എത്ര കുറഞ്ഞു എന്ന്, അല്ലെങ്കിൽ കൂടിയിട്ടില്ലെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കറിയാം. പിന്നെ അതുപോലെ പറഞ്ഞിരുന്ന കടം, ബജറ്റിൽ പറഞ്ഞിരുന്ന സഞ്ചിത കടം എന്ന് പറയുന്നത് 4,80,164 കോടിയായിരുന്നു. ഈ 4,80,164 കോടി എന്ന് പറയുമ്പോൾ അത് GSTPയുടെ 36.05% റിസർവ് ബാങ്ക് കഴിഞ്ഞ മാസം പറഞ്ഞു. അതായത് 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, കേരളം. ഈ 3 സംസ്ഥാനങ്ങളാണ് ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ്, സഞ്ചിത കടത്തിന്
ആണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് എന്ന് പറയുന്നത്. ആ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് GSDP റേഷ്യോ 35% പിന്നിട്ട സംസ്ഥാനങ്ങൾ 3 ആ 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പം നമ്മൾ വലിയ കട പ്രതിസന്ധിയിൽ എത്തിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള അത് നമുക്കറിയാം, കടം അതിനും മുൻപോട്ട് പോയിട്ടുണ്ടോ അതെയോ 36% നിജപ്പെടുത്താൻ പറ്റിയോ ഗവൺമെൻറ്റിന് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. മിക്കവാറും പറ്റിയെന്നല്ല, പറ്റിയില്ലെന്നായിരിക്കും പറയാൻ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 30,000 കോടി രൂപയെങ്കിലും ചെലവഴിക്കേണ്ട മാസങ്ങളാണ്. എന്ന് വെച്ചാൽ എന്താണ് വേണ്ടത്, ഇപ്പോൾ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 30% വരെ പ്ലാൻ ഫണ്ട് കൊടുക്കേണ്ടതാണ്. അതായത് പദ്ധതി വിഹിതത്തിൻ്റെ സംസ്ഥാന പദ്ധതി വിഹിതത്തിൻ്റെ 30% വരെ കൊടുക്കേണ്ടതാണ്. അവർക്ക് വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അവരുടെ പദ്ധതി ചെലവെന്ന് പറഞ്ഞാൽ 18% നിൽക്കുന്നു എന്നാണ് കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇനി സംസ്ഥാനത്തിൻ്റെ പദ്ധതി ചെലവ് അത് 50% താഴെയാണ് എന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അടുത്ത ബജറ്റിലേക്ക് ഈ പറയണതൊക്കെ വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നമുക്കറിയാം സമസ്ത മേഖലകളിലും വളരെ ആശങ്കാജനകമായ രീതിയിൽ പിന്നെ എന്താ പറയുക, ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ആശുപത്രികളിൽ മരുന്നില്ല, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക സർജറിക്കുള്ള ഉപകരണങ്ങളില്ല. അതുപോലെ തന്നെ ഏത് മേഖലയിലും മരുന്നില്ലെന്നുള്ളത് തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി പെരിട്ടോണിയൽ ഡയാലിസിസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നേ വരുന്നുള്ളൂ. അപ്പം അത് ആശുപത്രിയുടെ കാര്യം. ഇനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകട്ടെ, എത്രയോ 1000-ലധികം കുട്ടികൾ, അതായത് SC ST കുട്ടികൾ തന്നെ അവരുടെ സ്കോളർഷിപ്പ് മുടങ്ങിപ്പോയതുകൊണ്ട് ഹോസ്റ്റൽ ഫീ കൊടുക്കാനില്ലാതെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ വീട്ടിലിരിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഓടുന്ന ബസ്സുകൾ ഓട്ടം നിലച്ചിരിക്കുന്ന അവസ്ഥ. അങ്ങനെ നമ്മൾ എവിടെ ഏറ്റവും കൂടുതൽ സഹായം കിട്ടേണ്ട മേഖലകൾ അവയൊക്കെയാണ് ഏറ്റവും തകർന്നടിഞ്ഞ് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് അവയൊക്കെ ഏറ്റവും തകർന്നടിഞ്ഞ് കിടക്കുന്നത്? മറ്റ് മെച്ചപ്പെട്ട മേഖലകൾക്ക് കിട്ടിയത് കൊണ്ടല്ല, അവർ തകർന്നടിയില്ല. ഇവർക്കാണെങ്കിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. അതുകൊണ്ടാണ് തകർന്നടിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലാണ് ഈ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. പറയുന്നതിൽ എന്തിലും നമുക്ക് എങ്ങനെ വിശ്വസിക്കാനാകും? ഏട്ടിലെ പയ്യ് പുല്ല് തിന്നില്ല എന്ന് പറയുന്നത് പോലെ ബജറ്റിൽ കുറിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷേ വാസ്തവത്തോട് അടുക്കുമ്പോൾ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനോട് അടുക്കുമ്പോൾ ഇതൊന്നും തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ വെറും ഒരു കടലാസിൻ്റെ വില മാത്രം ബജറ്റ് ഡോക്യുമെൻറ്റിന് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ നമ്മൾ ഏതാനും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ബജറ്റും അങ്ങനെയായി തീരുമോ? അങ്ങനെയായി തീരാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആശങ്കയുടെ പിന്നെ മുൾമുനയിലാണ് സംസ്ഥാനം. ധനപ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2000 കോടിയിൽ താഴെയാണ് നമുക്ക് ഈ അടുത്ത 3 മാസത്തേക്ക് കടമെടുക്കാൻ സാധ്യതയുള്ളത്. കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ ഗവൺമെൻറ് പോയിരിക്കുന്നു. അപ്പം ഭരണപക്ഷം പറയുന്നത് കേന്ദ്രം പിന്നെ ബുദ്ധിമുട്ടിക്കുന്നതാണ് മനഃപൂർവ്വമായിട്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എനിക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ അവാർഡ് കുറഞ്ഞ സംസ്ഥാനങ്ങളാണ് കർണാടകം, എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും, കുറച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനം. അവർക്ക് ആർക്കും ധനപ്രതിസന്ധി ഇല്ല. ധനപ്രതിസന്ധി നമുക്ക് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ഫിനാൻസ് കമ്മീഷൻ അവാർഡ് കുറഞ്ഞു എന്നല്ലേ ശ്രീ ബാലഗോപാൽ പറയുന്നത്? ശരിയാണ്. കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ 14ാം ഫിനാൻസ് കമ്മീഷൻ നമുക്ക് 2.5% തന്നിരുന്നത് ഈ ഫിനാൻസ് കമ്മീഷൻ 15ാം ഫിനാൻസ് കമ്മീഷൻ ആയപ്പോഴത്തേക്ക് 1.93% കുറഞ്ഞു. അതായത് 0.57 കുറവാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കർണാടകത്തിൻ്റെ കാര്യം ഒന്ന് എടുത്തു നോക്ക്. കർണാടകത്തിന് 1.06 ആണ് കുറഞ്ഞിരിക്കുന്നത്. നമുക്ക് 0.57 കുറഞ്ഞെടുത്ത് കർണാടകത്തിന് 1.06 കുറഞ്ഞു. എന്നിട്ട് അവർക്ക് ധനപ്രതിസന്ധി ഇല്ലല്ലോ. അപ്പോൾ ഈ ധനപ്രതിസന്ധി എന്ന് പറയുന്നത് കേന്ദ്രം കെട്ടിവെച്ചതല്ല, സംസ്ഥാന സർക്കാർ സ്വയമേവ എടുത്ത് അണിയുന്നതാണ്, അല്ലെങ്കിൽ സ്വയം സൃഷ്ടം, അതായത് സ്വയം കൃതാനർത്ഥമാണ് ഇപ്പോഴത്തെ. ഇ പി ജയരാജൻ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞത് കടമെടുത്തിട്ടാണെങ്കിലും വികസനം നടപ്പിലാക്കും എന്നാണ്. ഇപ്പോൾ പണവുമില്ല, കടമെടുക്കാൻ പറ്റുന്ന സാഹചര്യവുമില്ല. എന്തായിരിക്കും അവസ്ഥ? ആ സാഹചര്യത്തെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കടം വെട്ടിയത്. അതായത് കിഫ്ബി വഴിയുള്ള കടമെടുക്കലും
അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുള്ള കടമെടുക്കലും പിന്നെ നമ്മുടെ ബജറ്റ് വഴി എടുക്കാവുന്ന കടം, അതായത് GSDPയുടെ 3% ബജറ്റ് വഴി നമുക്ക് എടുക്കാവുന്ന കടം. ആ 3%-നകത്തേക്ക് ഇതിന് രണ്ടിനെയും കൂടി കയറ്റിയപ്പോഴേക്കും അങ്ങനെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ 4-ാം പാദത്തിൽ 2000 കോടിയിൽ താഴെയായിട്ട് നമ്മുടെ കടമെടുക്കൽ അവസാനിച്ചത്. അപ്പോഴാണ് ഞങ്ങളെ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് പിന്നെ കോടതിയിൽ പോയിരിക്കുന്നത്. അപ്പം നമ്മൾ സുപ്രീം കോടതി പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. സുപ്രീം കോടതിയെ ശരിയായ രീതിയിൽ കേന്ദ്രത്തിൻ്റെ വക്കീൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ വിധിക്കെതിരായിട്ട് സുപ്രീം കോടതി പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഭവ സമാഹരണ ശേഷി അത് സമാഹരിക്കുന്നില്ല വേണ്ട രീതിയിൽ. CAG റിപ്പോർട്ട് 2022-23 CAG റിപ്പോർട്ട് ഈ സെപ്റ്റംബറിലാണ് പുറത്തു വന്നത്. അതിനകത്ത് റവന്യൂ സെക്ടറിനെ പറ്റിയുള്ള ഒരു 7 കോപ്പികളുണ്ട്. അതിൽ ഒരെണ്ണം റവന്യൂ സെക്ടറിനെ പറ്റിയുള്ളതാണ്. അതിനകത്ത് അവർ കാണിച്ചിരിക്കുന്നത് CAG ആണ് ഇൻഡിപെൻഡൻ്റായിട്ട് ഓട്ടോണമസ് ആയിട്ട് കേന്ദ്രത്തെ പറ്റിയും കേരളത്തെ പറ്റിയും ഓഡിറ്റിംഗ് നടത്തി കാര്യങ്ങൾ കൃത്യമായിട്ട് പുറത്തു കൊണ്ടിരുന്നു. അപ്പോൾ CAG പറഞ്ഞിരിക്കുകയാണ് 28,258.39 കോടി. ഒരിക്കൽ കൂടി ഞാൻ പറയാം, 28,258.39 കോടിയാണ് വരുമാന അരിയർ പിരിച്ചെടുക്കാനുള്ള, കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള വരുമാനം. തീർന്നില്ല, CAG വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു ഇത് പ്രതീക്ഷിച്ച വരുമാനത്തിൻ്റെ 24.23%. അപ്പോൾ എന്താ അമലെ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഏകദേശം 1/4 വരുമാനം പിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ടല്ലേ ഈ ധനപ്രതിസന്ധി ഉണ്ടായത്? എന്നിട്ട് എന്തിന് ഈ ഗവൺമെൻറ് കേന്ദ്രത്തെ പഴിക്കാൻ പോകുന്നു? അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ ഈ പിന്നെ പിരിച്ചെടുക്കാനുള്ള കുടിശ്ശിക പിരിച്ചെടുക്കുന്നില്ല. അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ, അതായത് GST, അതിൽ തന്നെ നോക്കുക, GST വരുമാനം എത്രയാണ് കുറഞ്ഞു പോയിരിക്കുന്നത്? 14,310 കോടിയോ മറ്റാണ് GSTയിൽ തന്നെ കുറവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ GSTയിൽ ഉദ്യോഗസ്ഥർ, അതായത് നിരവധി ഉദ്യോഗസ്ഥരുണ്ട് GSTയിൽ തന്നെ പിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ GSTയിലെ ഉദ്യോഗസ്ഥർക്ക് എവിടെ പോയിരിക്കുക? അപ്പം നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ കേരളീയം നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അടച്ചിട്ട് ഉദ്യോഗസ്ഥരോട് അതിന് മുൻപ് തന്നെ, ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ പോകും എന്നും പറഞ്ഞ് ഇവരെയൊക്കെ ഇറക്കി വിട്ടു. അപ്പോൾ ഉദ്യോഗസ്ഥർ അതിലെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരാണെന്ന് ഓർക്കണം. ചെന്ന് സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യുമ്പോൾ സ്പോൺസർഷിപ്പ് തരണമെന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോൾ സാധാരണ രീതിയിൽ അങ്ങോട്ടും വേണം ചില കൈനീട്ടങ്ങൾ, ഇങ്ങോട്ട് മാത്രമല്ല. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മൾ ഓർക്കണം, കേരളീയം തീർന്ന അന്ന് ആ കമേഴ്ഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേധാവിക്കാണ് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തതിന് പാരിതോഷികം കൊടുത്തത്, അവാർഡ് കൊടുത്തത്. ആ GST വകുപ്പിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അരിയർ കിടക്കുന്നതെന്ന് നമ്മൾ കാണണം. അപ്പം ഇങ്ങനെ, അതായത് രണ്ടും കൂടി പറ്റില്ല. അഴിമതിരഹിതമായ ഒരു ഭരണമുണ്ടോ, കാര്യക്ഷമമായ ഒരു കളക്ഷനുണ്ടോ, അതായത് ഈ വരുമാന സമാഹരണമുണ്ടോ, ഖജനാവ് നിറഞ്ഞിരിക്കും. ഇത് രണ്ടുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഖജനാവ് നിറയാനൊക്കില്ല. ദൂർത്തും വേറൊരു വശത്ത്, അതായത് കൈക്കൂലി ഇങ്ങോട്ട് മേടിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരോട് നിങ്ങൾ കൃത്യമായിട്ട് ടാക്സ് അപ്ലോഡ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് കർശനമായിട്ട് ഒക്കില്ല. അപ്പം അങ്ങനെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ പഴുതുകൾ ഉപയോഗിച്ചാണ് ഈ വരുമാന സമാഹരണത്തിൽ ഇത്രയധികം പാളിച്ചകൾ പറ്റുന്നതും ഇത്രയധികം കുടിശ്ശിക പിരിച്ചെടുക്കാൻ കിടക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ടാണ് വരുമാനമില്ലാത്ത. അപ്പോൾ ഇനി അടുത്ത ബജറ്റ്, അതായത് ഇതിനെപ്പറ്റി പറയുമ്പോൾ ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ നമുക്കറിയാം, 1970-കളിലും 80-കളിലും നമ്മുടെ ടാക്സ് GSDP റേഷ്യോ 12.5%. ഇപ്പോൾ അത് 8%. അതായത് ടാക്സ് GSDP റേഷ്യോ എന്ന് വെച്ചാൽ 100 രൂപയുടെ GSDP ഉണ്ടാകുമ്പോൾ 12.5 രൂപ ടാക്സ് ആയിട്ട് കിട്ടും. അതാണ്. അപ്പോൾ അങ്ങനെ ടാക്സ് GSDP അതുപോലത്തെ വളരെ മോശമാണെന്ന് ഓർക്കണം. അത് നല്ലതല്ല. കാരണം വികസിത രാജ്യങ്ങളിൽ ഇത് 40% മുകളിലാണ് ടാക്സ് GSDP റേഷ്യോ. അതാണ് ഇവിടെ 12 ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പോഴും അത് കാര്യക്ഷമമല്ലായിരുന്നു. ടാക്സ് ഇവേഷൻ ഇഷ്ടം പോലെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പങ്കുപറ്റി രാഷ്ട്രീയം കൊണ്ടാണ് സംഭവിക്കുന്നത്. അതായത് ഈ നികുതി മേടിക്കേണ്ടവരുടെ അടുത്തുനിന്ന് തന്നെ അവരുടെ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി നികുതി വരുമാനം കുറഞ്ഞു. നമുക്കറിയാം
ഉദാഹരണത്തിന് ഡോക്ടർ തോമസ് ഐസക്ക് തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നെ വാളയാർ ചെക്ക് പോസ്റ്റിലും ഒക്കെ ഉള്ള അതൊക്കെ ഞാൻ തന്നെ എൻ്റെ ഒരു ഗ്രന്ഥത്തിൽ കുറിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. അപ്പോൾ അങ്ങനെ ഈ പങ്കുപറ്റ് രാഷ്ട്രീയം നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ GSDP ടാക്സ് റേഷ്യോ കുറഞ്ഞു പോകുന്നത്. അതുപോലെ വേറൊരു രംഗമാണ് നികുതിയേതര വരുമാനം. ഈ നികുതിയേതര വരുമാനത്തിൻ്റെ കാര്യത്തിലും 168 രാജ്യങ്ങളെടുത്ത് വേൾഡ് ബാങ്ക് നടത്തിയ സ്റ്റഡിയിൽ ശരാശരി ഓരോ രാജ്യത്തിനും കിട്ടുന്നത് അവരുടെ GSDPയുടെ 39% നികുതിയേതര വരുമാനത്തിൽ എന്നാണ് കണ്ടത്. പക്ഷേ ഇവിടെ അത് 10% താഴെയാണ്. അപ്പോൾ ഇങ്ങനെ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സമാഹരിക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന കാര്യക്ഷമതയില്ലായ്മ, ഈ പങ്കുപറ്റ് രാഷ്ട്രീയം, ഇതൊക്കെ കൊണ്ടാണ് ഇവിടുത്തെ ഈ ഖജനാവ് എപ്പോഴും കാലിയായിരിക്കുന്നത്. ബജറ്റിൽ പറയുന്ന പ്രോമിസസ് ഒന്നും പാലിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി നോക്കാവുന്നത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബജറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രയോറിറ്റി, എങ്ങനെ വാക്കുകൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും എന്തിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറയുന്ന ഒന്നാമത്തെ പ്രയോറിറ്റി തൊഴിൽ സൃഷ്ടിക്ക് തന്നെ ആകണം. തൊഴിൽ സൃഷ്ടിക്കാണ് ഒന്നാമത്തെ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൾ ഇന്ത്യ തലത്തിലുള്ള തൊഴിൽ ഇല്ലായ്മ നിരക്കിൻ്റെ 3 ഇരട്ടിയിലധികമാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഒരു വ്യാവസായിക അന്തരീക്ഷം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, നല്ല വ്യാവസായിക അന്തരീക്ഷം. ഇപ്പോൾ ഉദാഹരണത്തിന് വ്യാവസായിക അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് സിയാലിൽ നമുക്കിവിടെ തുടങ്ങാൻ പറ്റാത്തത്, നമുക്കിവിടെ പിന്നെ കൊച്ചിൻ ഇടനാഴി തുടങ്ങാൻ പറ്റാത്തത്. നമ്മുടെ തൊട്ട അയൽവക്കമായ തമിഴ്നാട്ടിൽ ഈ അടുത്ത ദിവസമാണ് ഒരു വ്യവസായ മീറ്റ്, ആഗോള മീറ്റ് നടത്തിയത്. അവിടെ 2.4 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു. ഇനിയിപ്പോൾ അപ്പുറത്ത് തെലങ്കാനയിലോ ആന്ധ്രയിലാണെങ്കിൽ ഒരുപക്ഷെ അതും ഇതുപോലെ തന്നെ വന്നേനെ. കാരണം നമുക്കറിയാം നമ്മുടെ ഇവിടുന്ന് കിറ്റെക്സ് അതിൻ്റെ വ്യവസായ വികസനം ആന്ധ്രയിലേക്കാണ് പോയത്, കേരളത്തിലല്ല നടത്തിയത്. അപ്പോൾ എന്താണ് കേരളത്തിൻ്റെ തരക്കേട്? കേരളത്തിൻ്റെ തരക്കേട് എന്താണെന്ന് പലവട്ടം കോടതി തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. തൊഴിലാളികൾ നീതി കയ്യിലെടുക്കരുത്, നീതി ലഭിച്ച് നടത്തി കിട്ടാൻ വേണ്ടി അവർ കോടതിയാണ് സമീപിക്കേണ്ടത്. ഇവിടെ എന്താണ് നോക്കുകൂലി? അങ്ങനെ ഒരു വ്യവസായിക്ക് പോലും കേരളത്തെപ്പറ്റി ചിന്തിക്കുന്നത് അചിന്ത്യം എന്ന് തന്നെ വേണം പറയാൻ. നമുക്ക് സാജൻ്റെ കേസ് അറിയാം. കണ്ണൂരിൽ ഒരു പ്രവാസി സ്വന്തം അതിൻ്റെ മുഴുവനും കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസാനം അവൻ ആത്മഹത്യയിൽ കലാശിക്കുന്നു. അതുപോലെ നമുക്ക് തിരുവാർപ്പിലെ കേസ് അറിയാം. സ്വന്തം സമ്പാദ്യം മുഴുവനും മറ്റേ നമ്മുടെ ഡിഫൻസ് രംഗത്ത് വർക്ക് ചെയ്തിട്ട് വന്ന ഒരു മനുഷ്യൻ അയാളുടെ മുഴുവൻ സമ്പാദ്യവും കൊണ്ടുവന്ന് ഏതാനും ബസ്സുകൾ മേടിച്ച് 10-15 പേർക്ക് ജോലി കൊടുത്തു. അവസാനം അയാൾ ചെകിട്ടത്ത് അടി മേടിച്ചപ്പോൾ ഹൈക്കോടതി എന്താ പറഞ്ഞത്? ആ അടി കോടതിയുടെ ചെകിട്ടത്ത്. അതാണ് കേരളത്തിലെ നിയമ. ഇപ്പം നമുക്ക് നവകേരള സദസ്സിൻ്റെ കാലത്തൊക്കെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തേക്ക് എങ്ങനെ വ്യവസായം വരും എന്നുള്ള ഒരവസ്ഥയുണ്ട്. അപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാവരും കൂടി ഇരുന്നൊന്ന് ആലോചിക്കണം, എങ്ങനെയാണ് കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ കഴിയുക. കാരണം നമുക്കറിയാം ഇവിടെ ഉണ്ടായിരുന്ന ബിസിനസ്സുകളെല്ലാം ഇപ്പോൾ കിറ്റെക്സ് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് പോയതെങ്കിൽ അതിനു മുൻപ് തന്നെ നമുക്കിവിടെ ഉണ്ടായിരുന്ന കയർ വ്യവസായം, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് എല്ലാം തമിഴ്നാട്ടിലേക്കും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്കും പോവുകയുണ്ടായത്. എന്തിനു പറയുന്നു? ഇഞ്ചി കൃഷി വയനാട് ജില്ലയിലും ഒക്കെ ഉണ്ടായിരുന്ന ഇഞ്ചി കൃഷി വരും കർണാടകത്തിലേക്ക് ചേക്കേറുക ഉണ്ടായി. അറിയാം, മിസ്റ്റർ അമലിന് അറിയാതെ. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നമ്മൾ ഈ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ തൊഴിൽ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ സൃഷ്ടിക്കും? ഒന്നാമത് നിയമ സംവിധാനം. തൊഴിലാളികൾ നിയമം കയ്യിലെടുക്കാത്ത രീതിയിലേക്ക് തൊഴിലാളികളെ നിലയ്ക്ക് നിർത്താൻ പറ്റണം. തൊഴിലാളികളുടെ അവകാശങ്ങളൊന്നും ഹനിക്കാൻ പാടില്ല. അവകാശങ്ങൾ ഹനിക്കണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ അവകാശങ്ങൾ ഉണ്ടോ, ഉത്തരവാദിത്വവും ഉണ്ട്. ആ ഉത്തരവാദിത്വ ബോധം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഉത്തരവാദിത്വ ബോധം ഉണ്ടെങ്കിലേ മൂലധനം വരൂ. മൂലധനം വന്നാലേ തൊഴിൽ സൃഷ്ടി ഉണ്ടാകൂ. അപ്പോൾ മൂലധനം വരണം. അതുകൊണ്ട് നിങ്ങൾ ഉത്തരവാദിത്വ ബോധം കാണിക്കും. ഇതവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ഭരണാധികാരികൾക്ക് അല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? ഒരു വ്യക്തി എന്ന് വേറൊരു വ്യക്തിയെ പഠിപ്പിക്കാൻ ഒക്കില്ല.
അപ്പോൾ അതിനുള്ള ശ്രമം നടത്തിയിട്ട് വേണം അങ്ങനെ തൊഴിൽ സൃഷ്ടിക്കുമെന്ന് ഉറപ്പുവരുത്തി വേണം ബജറ്റുമായിട്ട് മുമ്പോട്ട് പോകാൻ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ആവശ്യം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യ മേഖല നമുക്ക് വളരെ, അതായത് ഇവിടെ ഈ നമ്മളെ കേരളത്തെ പറ്റി നന്നായിട്ട് അറിയാവുന്ന പലരും പറയണം നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്താണ് 1980 മുതൽ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ ആരോഗ്യവും വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ ആരോഗ്യ മേഖല ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. അതായത് നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പല തരത്തിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും കേരളത്തിലെ പ്രത്യക്ഷപ്പെടുകയാണ് ഇയർ ആഫ്റ്റർ ഇയർ. അപ്പോൾ അതിന് എതിരായിട്ട് നമുക്ക്, അതായത് നമ്മുടെ ഈ എന്താ പറയുക, ഇക്കോളജിക്കൽ പരിസ്ഥിതി ശുദ്ധീകരിക്കൽ തൊട്ട് പല രോഗങ്ങളും, ഇപ്പോൾ ഡെങ്കിപ്പനി പോലെയുള്ള രോഗങ്ങളൊക്കെ മലീമസമായ പരിസ്ഥിതിയിൽ നിന്നാണ്, കൊതുകുജന്യമായ രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് എതിരായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ 44 പുഴകളും ശുദ്ധീകരിക്കണം, തോടുകൾ ശുദ്ധീകരിക്കണം. നമുക്കറിയാം തിരുവനന്തപുരം നഗരം എവിടെയായിരുന്നു എന്ന്. ഒരു ദിവസം 18 മണിക്കൂറോ മറ്റു മഴ പെയ്തപ്പോൾ 8 മണിക്കൂർ മഴ പെയ്തു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം കേരളം മുഴുവനുമുണ്ട്. ഒരു ടൂറിസം ഹബ്ബായി മാറ്റി അങ്ങനെ വേണം നമുക്ക് കുറച്ചെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് ഏറ്റവും എതിരായിട്ടുള്ളതാണ് ഈ തരത്തിലുള്ള ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പോൾ അതിനൊക്കെ പ്രതിരോധം കൊണ്ടുവരത്തക്ക രീതിയിൽ ശുദ്ധീകരണവും മറ്റെല്ലാ കാര്യങ്ങളും ബജറ്റിൽ പറയുകയും പ്രതിജ്ഞാബദ്ധമായിട്ട് അത് നിർവഹിക്കുകയും ചെയ്ത് ആരോഗ്യരംഗത്തെ പരിരക്ഷിക്കാൻ കഴിയണം. പിന്നെ അതുപോലെ മറ്റൊന്നാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുക. ഇപ്പം ഇന്നൊക്കെ നമ്മൾ ന്യൂസ് കേട്ടാൽ അറിയാം. അതായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് ബസുമതി അരി ഒഴിച്ച് ബാക്കി എല്ലാ അരികളുടെയും കയറ്റുമതി നരേന്ദ്രമോദി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നിരോധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് നിരോധിച്ചത്? ഇന്ത്യയിൽ അപ്പോൾ ഉൽപ്പാദനം 15 ലക്ഷം ടൺ കൂടിയിരുന്നു. എന്നിട്ട് നിർത്തിയത് യുക്രൈൻ വാർ, അതുപോലെ പാലസ്തീൻ ഗാസ. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കാരണം ആഗോളതലത്തിലെ പ്രൊഡക്ഷൻ തന്നെ, ഭക്ഷ്യോൽപാദനം തന്നെ കുറഞ്ഞു പോകാം. അതുപോലെ തന്നെ ഭക്ഷ്യോൽപാദനം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഇറക്കുമതിയും കയറ്റുമതിയും ഒക്കെ പ്രശ്നപ്പെടാം. അതുകൊണ്ട് അവനവൻ്റെ രാജ്യത്ത് തന്നെ കഴിവതും ഉൽപ്പാദിപ്പിക്കണം വിചാരിച്ചിട്ടാണ് കയറ്റുമതി. പക്ഷേ ഇപ്പോൾ അതിനുശേഷം ഉണ്ടായ സീസണൽ ചേഞ്ചസ് ഒക്കെ കാരണം ഈ പ്രാവശ്യത്തെ വിള അത്ര നല്ലതല്ല. അതുകൊണ്ട് അരിയുടെ എല്ലാത്തരം അരികളുടെയും വില മാർക്കറ്റിൽ കുതിച്ച് കയറുകയാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് 2020 കോവിഡ് കാലത്ത് മോണിറ്ററി പോളിസി കമ്മിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി 4% മുതൽ 6% വരെ, അതിനപ്പുറത്തേക്ക് ഉപഭോക്തൃ വില കയറാൻ പാടില്ല. ഉപഭോക്തൃ വില 4-നും 6-നും ഇടയ്ക്ക് പിടിച്ചു കെട്ടണം എന്ന അങ്ങനെ ഒരു പാലം ഇട്ടിരുന്നു. ഇപ്പോൾ 5.69% എത്തിയിരിക്കുകയാണ് ഉപഭോക്തൃ വില. അതായത് അപ്പർ സീലിങ്ങിൽ എത്താറായിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ എന്താണ് വേണ്ടത്? നമുക്ക് ഇനിയും വില കൂടാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് വേണ്ടത്? ഗവൺമെൻറ്റിൻ്റെ പ്രതിജ്ഞയുണ്ടായിരുന്നു ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ. എന്തായിരുന്നു? 13 നിത്യോപയോഗ സാധനങ്ങളെ പിടിച്ചു നിർത്തും വില എന്ന്. വാട്ട് എവർ മാർക്കറ്റിലുള്ള വില എന്ത് തന്നെയാണെങ്കിലും അത് സാധാരണക്കാരായ കൺസ്യൂമേഴ്സിന്, അതായത് സിവിൽ സപ്ലൈസിനെ ആശ്രയിച്ച് കഴിയുന്ന ഉപഭോക്താക്കൾക്ക് അത് കൃത്യമായ ഒരു വില നിശ്ചയിച്ചിരുന്നു, ആ വിലയ്ക്ക് കൊടുക്കുമെന്ന്. അത് ഇനിയും നിറവേറ്റാനായിട്ട് ഈ ബജറ്റിലും ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായിരിക്കണം. എങ്കിൽ മാത്രമേ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷ എന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടെങ്കിലാണല്ലോ പോഷകാഹാര ദാരിദ്ര്യം ഉണ്ടാകരുത്. അത് മാത്രമല്ല 2030 ആണ്ടാകുമ്പോഴത്തേക്കും മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിൽ ഭക്ഷണത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്? പോഷകദാരിദ്ര്യമില്ലാത്ത, അതായത് പ്രഥമായ ആഹാര സുരക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ എന്താണ് അവസ്ഥ? ആഗോളതലത്തിലെ പോഷണ ദാരിദ്ര്യത്തിൽ ഉള്ള 53% കുട്ടികൾ ഇന്ത്യയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ 23% ഉണ്ട് പോഷണ ദാരിദ്ര്യമുള്ള കുട്ടികൾ ഇപ്പോഴും മരിച്ചുകൊണ്ട്. അട്ടപ്പാടിയിൽ കുട്ടികൾ മരിക്കുന്നു. അതായത് 23% കുട്ടികൾ ഇവിടെയും. നമുക്ക് നമ്മുടെ മധുവിൻ്റെ കഥയറിയാം. അട്ടപ്പാടിയിലെ മധുവിൻ്റെ കഥ. അപ്പം അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിവിൽ സപ്ലൈസ് വഴി ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ കൊടുക്കും. സിവിൽ സപ്ലൈസ് അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. പക്ഷേ അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിനെ ഓർമ്മപ്പെടുത്താനുള്ളത് സിവിൽ സപ്ലൈസിനെ അടച്ചുപൂട്ടുകയല്ല വേണ്ടത്. ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് പാലിക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് കാർഷിക മേഖലയെപ്പറ്റി ഒന്ന് നോക്കണം.
അതായത് കാർഷിക മേഖല ഏറ്റവും അധോഗതിയിലാണ്. ഞാൻ നേരത്തെ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞു. റബ്ബറിൻ്റെ കാര്യം പോലെ തന്നെയാണ് ഇവിടെ നെൽകൃഷിയും അതുപോലെയുള്ള വിളകളുടെ കൃഷിയും. ഇപ്പോൾ നെൽകൃഷിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 1975-76 8,76,000 ഹെക്ടർ സ്ഥലത്ത് നെല്ല് കൃഷി ചെയ്തിരുന്നു കേരളത്തിൽ. ഇപ്പോൾ അത് 1,93,000 1,93 ലാഖ് ഹെക്ടറിലേക്ക് തീർന്നു കൂപ്പുകുത്തി. അപ്പോഴാണ് നമ്മുടെ ഒരു മന്ത്രി ചോദിച്ചത്, കേരളത്തിൽ നെല്ല് കൃഷി ചെയ്തില്ലെങ്കിൽ എന്താ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഇല്ലേ എന്ന് ചോദിച്ചത്. അവരോടൊക്കെ എങ്ങനെയാണ് അവരെയൊക്കെ നമ്മൾ ആദരിക്കേണ്ടതെന്ന് ഒരു കാരണവശാലും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇത്ര മഹാബുദ്ധിമാന്മാരായിട്ടുള്ള മന്ത്രിമാർ, ഞാനപ്പോൾ ഓർത്ത ആരെയാണെന്നറിയാമോ? വിക്രമാദിത്യനും വേതാളവും. വിക്രമാദിത്യൻ്റെയും വേതാളത്തിൻ്റെയും കഥയാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. അതായത് വിക്രമാദിത്യൻ വലിയ ഒരു വിജയിയായ മഹാരാജാവായിരുന്നു, ചക്രവർത്തിയായിരുന്നു. ആ ചക്രവർത്തി അങ്ങനെ ആക്കിയത് അദ്ദേഹത്തിൻ്റെ ഈ വേതാളം എന്ന് പറയുന്ന വിദൂഷിയോ എന്താ എങ്ങനെ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, അദ്ദേഹമായിരുന്നു. അതായത് വിദൂഷി ഈ വേതാളം വിക്രമാദിത്യൻ പോകുന്നിടത്തൊക്കെ അദ്ദേഹത്തിൻ്റെ തോളിലിരുന്നായിരുന്നു യാത്ര ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനല്ല, അതിൻ്റെ രൂപം എന്ത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അപ്പോൾ ആ വേതാളം അതീവ ബുദ്ധി ഉള്ള ആ വേതാളം കൊടുക്കുന്ന ഉപദേശങ്ങൾക്കനുസരിച്ചായിരുന്നു വിക്രമാദിത്യൻ നയങ്ങൾ എടുത്തിരുന്നതും പിന്നെ അത് നടപ്പാക്കിയിരുന്നത്. അപ്പോൾ ഇവിടെയും ഒരു വിദൂഷകൻ, അതായത് ഞാൻ ആ മന്ത്രിയുടെ പേര് പറയുന്നില്ല, ആ വിദൂഷകൻ, ഇത്തരം വിദൂഷകരാണ് മുഖ്യമന്ത്രിയെ ബുദ്ധി ചൊല്ലിക്കൊടുത്ത് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ 3ാം വട്ടവും ഭരണപഥത്തിലേക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കെ അങ്ങനെ കൃഷി അങ്ങനെ നാശോന്മുഖമായി, അതായത് കൃഷിഭൂമി എല്ലാം വെറുതെ ഇടുന്ന ആ ഒരു കാലഘട്ടം അതാണിപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇപ്പം നമ്മുടെ 2020 എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ, കിഴക്കമ്പലം ആ റേഞ്ചിൽ, അത് തന്നെ. അവർ ഇങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അരിയെ പച്ചക്കറികളെ ഒക്കെ ഭയങ്കരമായിട്ട് വിരോധിക്കുന്നവരാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങേയറ്റം കീടനാശിനികൾ ഉപയോഗിച്ചാണ് അന്യ സംസ്ഥാനക്കാർ പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാനാകുമ്പോൾ, അതായത് അവരുടെ നാട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി അവർ നല്ലത് പെസ്റ്റിസൈഡ്സ് കുറച്ച് വയ്ക്കും, നമ്മുടെ ആവശ്യത്തിന് കയറ്റി അയക്കാൻ വേണ്ടിയാകുമ്പോൾ പെസ്റ്റിസൈഡ്സ് കൂടും. എന്ന് വെച്ചാൽ വിള നല്ല സമ്പുഷ്ടമായിരിക്കണം അതിനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആഹാരമാണ് കേരളീയർ കഴിക്കുന്നത്. അതുകൊണ്ട് ഇനി ക്യാൻസറിൻ്റെയൊക്കെ പിന്നെ സാധ്യത ഇപ്പോഴും തന്നെ കേരളമാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ള സ്ഥലം. ഇനിയും അത് വർദ്ധിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ നാം കഴിക്കുന്ന ആഹാരത്തിലെ പെസ്റ്റിസൈഡ്സിൻ്റെ അംശമാണ് എന്നൊക്കെ എല്ലാവരും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2020 അതിനെതിരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന എന്താണ് മനസ്സിലാക്കുന്നത് സന്തോഷമുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഈ ബജറ്റിൽ എല്ലാത്തരം കൃഷിക്കും ഊന്നൽ കൊടുക്കുന്ന, എൻ്റെ അഭിപ്രായം സത്യം പറഞ്ഞാൽ ഈ ബജറ്റിനോടനുബന്ധിച്ച് ഒരു കാർഷിക ബജറ്റ് പ്രത്യേകമായിട്ട് വേണം. അതായത് എല്ലാത്തരം കർഷകരെയും പ്രതിനിധീകരിക്കുന്ന, കർഷകർക്ക് വേണ്ടി. എന്തിനാണ് നമ്മൾ ഈ ശമ്പള പരിഷ്കരണമൊക്കെ നടത്തുമ്പോൾ എന്താ നമ്മൾ സാധാരണ ചെയ്യുന്നത്? ഈ ഉദ്യോഗസ്ഥർക്ക്, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, അതുപോലെ തന്നെ എന്താണ് അർദ്ധ സർക്കാർ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എയ്ഡഡ് സെക്ടർ പോലെയുള്ള അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കെല്ലാം ശമ്പളവും പിന്നെ എല്ലാം കൊടുക്കുന്നു. അതേ സമയത്ത് അതുപോലെയൊരു നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് കർഷകർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർഷകർക്ക് വേണ്ടി ഒരു നിധി മാറ്റിവെച്ച് ആ നിധി ഈ ബജറ്റിലൂടെ ചെലവഴിക്കുക. അങ്ങനെ ചെലവഴിക്കുമ്പോൾ തന്നെ കർഷകന് നെല്ല് വിറ്റാൽ, നെല്ല് സംഭരിച്ചാൽ അതിൻ്റെ വില ഉടനെ കിട്ടും. അതുപോലെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഗവൺമെൻറ് ഓർക്കേണ്ട കാര്യം, 24 വിളകളാണ് കേന്ദ്ര ഗവൺമെൻറ് സംഭരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ആകെ സംഭരിക്കുന്നത് നെല്ലും നാളികേരവും മാത്രം. ആ നാളികേരത്തിൻ്റെ സംഭരണവും നടക്കുന്നില്ല. നെല്ല് സംഭരിച്ചാൽ അതിൻ്റെ വില കിട്ടുന്നുമില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഈ 24 വിളകളെ സംഭരിക്കാൻ പറ്റിയാൽ കേരളത്തിലെ കൃഷിയെ വൻ വിജയമാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരു കർഷക ബജറ്റ്, അതായത് പണ്ട് റെയിൽവേ ബജറ്റ് ഉണ്ടായിരുന്നതുപോലെ കേരളത്തിന് ഒരു കർഷക ബജറ്റ് ഉണ്ടാകണം. ആ കർഷക ബജറ്റ് ഒരുപക്ഷെ ബജറ്റിൻ്റെ ഒരു സബ്സെക്ഷൻ എന്ന രീതിയിൽ കാർഷിക ബജറ്റ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചെടുത്ത് അതിന് പ്രത്യേകമായിട്ട് ഇത്ര ചെലവ് ഇത്ര വരവ് എന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിച്ച് അതുപോലെ തന്നെ നടപ്പാക്കുക. അപ്പം അങ്ങനെ നടപ്പാക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം
നമ്മുടെ ഒരു 48% ജനങ്ങൾ കേരളത്തിൻ്റെ ആണെങ്കിൽ കൃഷിയെ ആശ്രയിച്ച്, ഉദാഹരണത്തിന് നമ്മുടെ തെങ്ങ് കൃഷി തന്നെ ആശ്രയിച്ച് 35 ലക്ഷം ജനങ്ങളാണ് ജീവിക്കുന്നത്. അതുപോലെ 10 ലക്ഷത്തിലധികം കർഷകരാണ് റബ്ബർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ തന്നെ 45 ലക്ഷമായി. അപ്പോൾ തന്നെ ഒരു വലിയ ശതമാനം ജനം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്നുള്ളത്. അങ്ങനെ തോട്ടവിളകൾ, കാപ്പി, കുരുമുളക് ഇതെല്ലാം ഉണ്ട്, ധാരാളം പേര് ജീവിക്കും. അപ്പോൾ അതിനു വേണ്ടി ഒരു ബജറ്റ്, സ്പൈസസ്, ഇതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കാർഷിക ബജറ്റ്, കർഷകർ ഉറച്ച ശബ്ദിക്കേണ്ടത് ഒരു കാർഷിക ബജറ്റിന് വേണ്ടിയാണ്. കാർഷിക ബജറ്റ് വന്നാൽ കൃഷിക്ക് വേണ്ടത്ര ഊന്നൽ കിട്ടും. അപ്പോൾ അതാണ് എനിക്ക് അടുത്തതായിട്ട് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ നെൽകൃഷി പുനരുദ്ധാരണ പദ്ധതി പോലെ തന്നെ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് കാർഷിക വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ റബ്ബറിനെ കൈവെടിയാതെ ആ 2016-17 ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന സിയാൽ മോഡൽ കമ്പനി, റബ്ബർ കമ്പനി കൊണ്ടുവരിക. ഇപ്പോൾ കടുംവെട്ട് വെട്ടി കളയുന്ന കർഷകർ, അതായത് റബ്ബർ കടുംവെട്ട് വെട്ടി കളയുന്ന കർഷകരെ പുതിയ റബ്ബർ കൃഷിയിലേക്ക് പ്രേരിപ്പിക്കുക. അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ റബ്ബർ കുരുവിന് വലിയ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു. എന്ന് വെച്ചാൽ അവരൊക്കെ റബ്ബർ കൃഷിയിലേക്ക് മാറുന്നു എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ വരും കാലങ്ങളിലെ സപ്ലൈയും ഡിമാൻഡും തമ്മിലുള്ള അന്തരമൊക്കെ കണക്ക് കൂട്ടിയെടുത്ത് റബ്ബർ കൃഷിയെ വാല്യൂ അഡീഷനിലൂടെ മാത്രമേ നമുക്ക് വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റൂ എന്ന മുൻകരുതലോടുകൂടി സിയാലിലേക്ക് ചുവട് വയ്ക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ റബ്ബർ കൃഷി വളരെ വിപുലമായ തോതിൽ നടക്കുമ്പോൾ ആഗോളതലത്തിൽ റബ്ബറിൻ്റെ സപ്ലൈ കൂടും, വില വീണ്ടും കുറയും. അപ്പോൾ ഇവിടുത്തെ കർഷകർ വീണ്ടും പ്രതിസന്ധിയിലാണ്. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ സിയാൽ മോഡൽ കമ്പനി വരണം. റബ്ബറിനെ നല്ല വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ആഗോള വിപണി കീഴടക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടും 2016-17 ബജറ്റിൽ പറഞ്ഞിരുന്ന കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ ഇടനാഴി, വ്യവസായ ഇടനാഴിക്ക് വേണ്ടിയും പണം മാറ്റിവെക്കേണ്ടതാണ്. ഇനി അതിനേക്കാൾ ഉപരി വിഭവ സമാഹരണത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യമായിട്ട് ശ്രമിക്കേണ്ടത് CAG ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള കുടിശ്ശിക വരാതെ കൃത്യമായിട്ട്, അതായത് CAG കാണിച്ചിരിക്കുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം ഓഡിറ്റ് വിഭാഗം ഓരോ മേഖലയിലും ഓഡിറ്റ് നടത്തണം. ഓഡിറ്റ് നടത്തുമ്പോഴാണ് നികുതി ആരൊക്കെ വെട്ടിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അതായത് മിന്നൽ പരിശോധന നടത്തുമ്പോൾ നികുതി വെട്ടിക്കുന്നവരെ കണ്ടെത്താം, അവരെ കൊണ്ട് GST രജിസ്ട്രേഷൻ എടുപ്പിക്കാം. അതായത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കമ്പനികൾ, വ്യാപാരി വ്യവസായികളും GST രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. അതായത് GST രജിസ്ട്രേഷൻ എടുക്കുന്നതിൻ്റെക്കാൾ താഴെയാണ് അവരുടെ വിറ്റുവരവെന്ന് കാണിച്ചുകൊണ്ടാണ് GST രജിസ്ട്രേഷൻ എടുക്കാത്തത്. നമുക്കറിയാം, ഉപഭോക്തൃ സംസ്ഥാനം എന്ന രീതിയിൽ കേരളം ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ പരോക്ഷ നികുതി കളക്ഷനിൽ കേരളം 7ാം സ്ഥാനത്താണ്. എന്നുവച്ചാൽ എത്ര വലിയ തോതിലാണ് നികുതി വെട്ടീര് കേരളത്തിൽ നടക്കുന്നത്. അതായത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളും ഞാനും നികുതി അടയ്ക്കുന്നു ഓരോ ഉൽപ്പന്നത്തിനും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പാക്കറ്റഡ് ആയിട്ടുള്ള ഉപ്പിന് പോലും നമ്മൾ നികുതി കൊടുക്കുന്നു. പക്ഷേ ആ നികുതി ഖജനാവിലെത്തുന്നില്ല, ഖജനാവ് കാലിയായിട്ടിരിക്കുന്നു. അപ്പോൾ ആ നികുതി എവിടെ പോകുന്നു? പങ്കുപറ്റ് രാഷ്ട്രീയ, ഉദ്യോഗസ്ഥ, വ്യാപാരി, വ്യവസായി കൂട്ടുകെട്ട് മൂലം അത് പോകുന്നത് ഖജനാവിലേക്കല്ല, മറ്റാരുടെയോ ഒക്കെ ഗോഡൗണുകളിലേക്കാണ്, പണം ഗോഡൗണുകളിലേക്കാണ്. അപ്പോൾ അത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് ശക്തമാകണം. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോവും ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സും കൂടി തീർച്ചയായിട്ടും മിന്നൽ പരിശോധനകൾ നടത്തി ഈ പൂഴ്ത്തിവെപ്പുകാരെ, ഉൽപ്പന്നം പൂഴ്ത്തിവെക്കുക മാത്രമല്ല, വിൽപ്പനയുടെ രസീതൊക്കെ പൂഴ്ത്തിവെച്ച് എന്താണ് പറയുക, നികുതി വെട്ടിക്കുന്ന, അതായത് രജിസ്ട്രേഷൻ, GST രജിസ്ട്രേഷനിൽ നിന്ന് പിന്മാറി നികുതി എടുക്കുന്നതെല്ലാം സ്വന്തം പോക്കറ്റിലേക്ക്, സ്വന്തം ഗോഡൗണിലേക്ക് കൊണ്ടുപോയി ഇടുന്നവരെ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങും അതുപോലെ മിന്നൽ പരിശോധനയ്ക്കും ഒക്കെ വേണ്ടി വരും. അങ്ങനെയൊക്കെ കുടിശ്ശികയില്ലാതെ നികുതി വർദ്ധിപ്പിച്ച് എടുക്കുക. അതോടൊപ്പം തന്നെ നികുതിയേതര വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഗോള ശരാശരി 40-42 നികുതിയുടെ കാര്യത്തിൽ GSDPയുടെ. അതുപോലെ തന്നെ നികുതിയേതര വരുമാനം ആഗോള ശരാശരി 39. അതായത് 100 രൂപ സൃഷ്ടിക്കപ്പെടുമ്പോൾ 39 രൂപ നികുതിയേതര വരുമാനമായിട്ട് കിട്ടണം എന്നുള്ളതാണ്.
അപ്പോൾ അതിനനുസരിച്ച് ഗവൺമെൻറ് നോക്കുക. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിൽ ഞാനിത് പറഞ്ഞിരുന്നു, പക്ഷേ കേൾക്കേണ്ടവർ കേട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ. അതായത് വില കുറഞ്ഞ മദ്യത്തിൻ്റെ വില ഇനിയും വർദ്ധിപ്പിക്കരുത്. കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചില്ല ഓഫ് കോഴ്സ്, പക്ഷേ വില കൂടിയ മദ്യത്തിൻ്റെ വിലയാണെങ്കിലും വർദ്ധിപ്പിക്കുമ്പോൾ ഈ നികുതിയുടെ കാര്യത്തിലെ കാസ്കേഡിങ് ഇഫക്റ്റ് എന്നൊരു കാര്യം ധനമന്ത്രി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് ഈ കാസ്കേഡിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മളിവിടെ നികുതി ഇടുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിലെ നികുതി എത്രയാണെന്ന് നോക്കണം. അയൽ സംസ്ഥാനങ്ങളിലേക്കാൾ വളരെ ഉയർന്ന നികുതിയാണ് കേരളത്തിലുള്ളത് എങ്കിൽ എന്ന് വെച്ചാൽ അയൽ സംസ്ഥാനങ്ങളിലേക്കാൾ വളരെ ഉയർന്ന വിലയാണ് കേരളത്തിൽ എന്നർത്ഥം. അപ്പോൾ എന്ത് സംഭവിക്കും? അയൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ നിന്ന്, ജില്ലകളിൽ നിന്ന് ജനങ്ങൾ അങ്ങോട്ടൊഴുകും. മദ്യത്തിനാണെങ്കിലും ഇത് മദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം ഇന്ധനത്തിൻ്റെ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഇത് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിന് മാഹിയിൽ പോകുന്നു, അതുപോലെ ബയരക്കുപ്പ പോകുന്നു, അതുപോലെ കർണാടകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പോകുന്നു, ചെന്നൈയിൽ പോകുന്നു, പാറശാല വിട്ട് അപ്പുറത്ത് പോകുന്നു. അതുപോലെ തന്നെയാണ് ഇന്ധനത്തിൻ്റെ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഇതുപോലെയുള്ള മേഖലകളിലൊക്കെ പോയി. KSRTC തന്നെ ഒരിക്കൽ പറഞ്ഞു, ഇവിടുത്തെ ധനപ്രതിസന്ധി രൂക്ഷമായിരുന്നപ്പോൾ KSRTCയുടെ കർണാടക ബസ്സുകൾ കർണാടകത്തിലെത്തുമ്പോൾ പെട്രോൾ അടിക്കാൻ, കാരണം ഇവിടത്തേക്കാൾ വില കുറഞ്ഞാണ് കർണാടകത്തിൽ ഇരിക്കുന്നത്. അത്തരം ഒരു ദുരവസ്ഥയിലേക്ക് ഒരു ധനമന്ത്രിയായിട്ട് സംസ്ഥാനത്തെ തള്ളിവിടരുത് എന്നേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. അപ്പോൾ ഈ ടാക്സ് കാസ്കേഡിങ് ഇങ്ങനെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ അയൽ സംസ്ഥാനങ്ങളിലെ നികുതി നിരക്കുകൾ എത്രയാണ് എന്നുകൂടി നോക്കിയിട്ട് വേണം ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക്, ഈ ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഉപഭോഗം നിർത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നാച്ചുറലി നമ്മൾ ഇതൊന്ന് നോക്കി താരതമ്യപ്പെടുത്തി അപകടമില്ലാത്ത സ്ഥിതിയിൽ, അങ്ങനെ അപകടകരമായ സ്ഥിതിയിൽ കഴിഞ്ഞ വർഷം മദ്യത്തിൻ്റെ വില കൂട്ടി വെച്ചത് കൊണ്ടാണ് ഇടയ്ക്ക് മദ്യം ഡിസ്കൗണ്ട് സെയിൽ നടത്തേണ്ടി വന്നത് എന്നുകൂടി ബഹുമാനപ്പെട്ട ധനമന്ത്രി ഓർത്തിരുന്നാൽ നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ വിഭവ സമാഹരണത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ഇത് പുലർത്തുക. അതോടൊപ്പം തന്നെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുക, ദുർച്ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുക. ഒരുപാട് എക്സാമ്പിൾസ് ദുർച്ചെലവുകൾക്ക് വേണ്ടി പറയാനുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഇവിടുത്തെ ഒരു മന്ത്രി എത്ര അകമ്പടി കാറുകളുമായിട്ടാണ് നടക്കുന്നത്, എത്ര സേവകരാണ്, അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരാണ്, അസിസ്റ്റൻസാണ് അവരുടെ കൂടെ ഉള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചെലവുകൾ. അപ്പോൾ PSC മെമ്പേഴ്സിൻ്റെ കണക്ക് തന്നെ എടുക്കുക. UPSC ഓൾ ഇന്ത്യ തലത്തിൽ 22 പ്രധാനപ്പെട്ട പരീക്ഷകൾ നടത്തുന്ന UPSC പോലും 9 പേരേ ഉള്ളൂ UPSCയിൽ മെമ്പേഴ്സായിട്ട്. നമ്മുടെ കേരള PSCയിൽ മിക്കവാറും ഇപ്പോൾ ഈ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം അപ്പോയിൻമെൻറ്റ്സ് മുഴുവനും സ്വജനപക്ഷപാതം ബാക്ക്ഡോറിലൂടെയാണ്, PSC വഴിയല്ല. എന്നിട്ട് പോലും 21-22 മെമ്പേഴ്സാണ് അവിടെ സ്ഥിരം ഉണ്ടാകാറുള്ളത്. അപ്പോൾ അത് LDF വന്നാലും UDF വന്നാലും അതിൽ മാറ്റം വരാറില്ലെന്നും കൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്. ഗവൺമെൻറ്റുകൾ ഒരു കാര്യം ഓർക്കുക, ജനങ്ങൾ നൽകുന്ന നികുതി പണം എടുത്താണ് ഇത്രയേറെ പേരെ തീറ്റിപ്പോറ്റുന്നത് ആവശ്യമില്ലാതെ. അതിലൊക്കെ അച്ചടക്കം കാണിച്ചാൽ ഗവൺമെൻറ്റുകൾക്ക് കൊള്ളാം, കേരളം കടക്കണിയിലേക്ക് പോകാതെ സംരക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ ഓർക്കുന്ന വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ പർച്ചേസിങ്, അതായത് ഫർണിച്ചർ പോലെയുള്ള സാധനങ്ങൾ പർച്ചേസിങ്, അങ്ങനെ സമസ്ത മേഖലകളിലും ഈ കേരളത്തിലെ ഗവൺമെൻറ് ഇന്നെഫിഷ്യൻ്റാണ്. എന്ന് വെച്ചാൽ ദുർച്ചെലവ്, പിന്നെ പങ്കിടൽ രാഷ്ട്രീയം, ഇതൊക്കെ കാരണം കൊണ്ടാണ് ഓരോ ദിനവും ധനപ്രതിസന്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെല്ലാം കടിഞ്ഞാണിടത്തക്ക രീതിയിൽ ശക്തമായൊരു ബജറ്റോടുകൂടി, അതായത് സ്വന്തമായി അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായത്തിൻ്റെ പേരിൽ തന്നെ ശക്തമായൊരു ബജറ്റുമായിട്ട് ധനമന്ത്രിക്ക് വരാൻ പറ്റുകയാണെങ്കിൽ കേരളത്തെ ഈ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. കാരണം വിഭവ സമാഹരണം ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി, അതായത് ഇപ്പോൾ 24% പിരിക്കാതെ കിടക്കുന്നുവെന്ന് CAG പറഞ്ഞില്ലേ, അതിനേക്കാളും ഒക്കെ വളരെ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ ആ ആഗോള തലത്തിലേക്ക് നികുതി GSDP റേഷ്യോ വർദ്ധിപ്പിക്കാൻ പറ്റുക, അതുപോലെ തന്നെ നികുതി നോൺ ടാക്സ് റവന്യൂ GSDP വർദ്ധിപ്പിക്കാൻ പറ്റുക. അങ്ങനെ പറ്റുകയാണെങ്കിൽ ഈ കടക്കണിയൊക്കെ ഒരു പഴയകാല ചരിത്രമാക്കി മാറ്റാനായിട്ട് ഏത് ഗവൺമെൻറ്റിനും കഴിയും. അതിന് വേണ്ടത് ആ ഉദ്ദേശശുദ്ധിയും ഇച്ഛാശക്തിയുമുള്ള ഗവൺമെൻറ് ആയിരിക്കുക, ധനമന്ത്രി ആയിരിക്കുക. അതാണ് ആവശ്യം.